എവിടെ വെച്ച് കണ്ടാലോ പരിചയമുണ്ടല്ലോ. യാദൃശ്യം എന്നെയല്ലേ എവിടെ വെച്ചും കാണാം. അല്ല, നല്ല പരിചയം. സുന്ദരികളെ പെൺകുട്ടികളെ കാണുമ്പോഴുള്ള ഈ രോഗത്തിനെ ഞരമ്പ് രോഗം എന്നാ പറയുന്നേ. ഒരു ത്രിലോക സുന്ദരി വന്നിരിക്കുന്നു, ഒന്ന് പോവന്നെ. എടോ, താൻ തന്നെ വിളിച്ച പെണ്ണേന്നോ? അതെ, എന്നെ വിളിക്കണ്ട, തന്റെ ഭാര്യനെ പോയി വിളിച്ചാൽ മതി. കേട്ടടാ, വായി നോക്കി. ഇല്ല ഇല്ല, ഞാൻ പെണ്ണിട്ടിട്ടില്ല, പിന്നെ ആര് വിളിക്കാനാ? പിന്നെ ഞാൻ വായി നോക്കിയല്ല. ഒന്ന് വഴി മാറടാ, വഴി മുടക്കി. ഗോപകുമാർ എന്നല്ലേ അച്ഛന്റെ പേര്? ആണെങ്കി തമ്മനത്തല്ലേ വീട്? ആണെങ്കി ആണെങ്കി ആണെന്ന് പറ, അല്ലെങ്കിൽ അല്ലാന്ന് പറ. അത് ഞാൻ എന്തിനു പറയണം? അതെ, എന്റെ അച്ഛന്റെ പേര് ഗോപിനാഥൻ എന്നാ, അല്ലാണ്ട് ഗോപകുമാർ എന്നല്ല. അതാ, അത് തന്നെ, എനിക്ക് മാറിയതാ, സോറി. ഗോപിനാഥൻ എന്നല്ലേ? അയ്യടാ, തന്റെ ഒരു സ്റ്റോറി. ആർക്ക് വേണം തന്റെ സ്റ്റോറി? ഒന്ന് പോ. അതെ, പേരൊന്ന് പറയോ? അതെ, തന്നെ പേരൂരി ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്റെ പേരോ കാന്താരി. തന്റെ അടി മുതൽ മുടി വരെ എരിയും. മാറി നിക്കടാ കട്ടപ്പന കുട്ടപ്പ. അതിന് എന്റെ കയ്യിൽ കുപ്പിയും വെള്ളമുണ്ട് കേട്ടോ. വെള്ളം കൊണ്ട് ഇങ്ങോട്ട് വാ, ശരിയാക്കി തരാം. എന്റെ പൊന്നു വായി നോക്കി. പഞ്ചാര അടിക്കാതെ ഞാൻ തന്നെ വഴിക്കൂ. തന്നെ യഥാർത്ഥ പേര് പറ, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. കൂടുതൽ എന്നെ ശല്യം ചെയ്യാൻ വന്നാ ഞാൻ ഇപ്പൊ പിൻപോലീസിനെ വിളിക്കും. പിന്നെ വരുന്നതൊക്കെ അങ്ങ് അനുഭവിച്ചോളാം. ശരി മാഡം, എന്നാ അങ്ങനെ തന്നെ ആവട്ടെ, ഞാൻ വരുന്നതൊക്കെ അനുഭവിച്ചോളാം. ഓഹോ, അങ്ങനെയോ? അവിടെ നിക്ക്, ഐ ലവ് യു. അത് ശരി, ഇതായിരുന്നല്ലേ തന്റെ മനസ്സിലിരിപ്പ്? ഐ ലവോ? ആർക്കും ഇടം തന്നെ ലവ്? എന്നെ കെട്ടാൻ നേരാണെങ്കി പറ. എന്താ നോക്കുന്നേ? എന്നാ ശരി, കെട്ടാം. എന്നാ ശരി, ഐ ലവ് യു. എന്നാ ശരി, പോയേക്കാം. വാ. അതെ, നമുക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്യാ, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് കല്യാണം കഴിക്കാം. എന്നിട്ട് അവിടെ നിന്ന് തന്നെ നേരെ വീട്ടിലോട്ട് പോവാ. എന്തെങ്കിലും പ്ലാൻ അങ്ങനെയുണ്ട്? അതെ, ഫ്യൂച്ചറിൽ കല്യാണം കഴിച്ച് കുട്ടികളുടെ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാം. ഒരു 5-10 ആയാലോ? ഇത് പിള്ളേരെ വീട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ? കല്യാണം കഴിച്ച് നേരെ കടുവണം ഹണിമൂണ് പാരീസിലോ? ആണല്ലേ?